അതെ, എനിക്ക് ആക്സിഡന്റ് പറ്റി കിടക്കുക, അല്ലാതെ പിക്നിക്ക് വന്ന് കിടക്കുകയല്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വരുന്നു, മാറിക്കേ. നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് അപ്പോൾ അവളിൽ നിന്ന് മാറി തിരിഞ്ഞു കിടന്നു. അവളെ പിന്നെ അവൻ ശല്യപ്പെടുത്താൻ ചെന്നില്ല. രാവിലെ നീലിമ കണ്ണു തുറന്നപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ കൂടെയില്ലായിരുന്നു. സിദ്ധാർത്ഥ് ജോലിക്ക് പോയി കാണുമെന്ന് കരുതി നീലിമ എഴുന്നേറ്റിരുന്നു. അപ്പോൾ മല്ലിക അവിടേക്ക് കയറി വന്നു. മോളെ, ഇപ്പൊ എങ്ങനെയുണ്ട്? മല്ലിക ചോദിച്ചു. കുഴപ്പമില്ല മല്ലികാമ്മ. അല്ല, അശ്വിൻ സ്കൂളിൽ പോയോ? നീലിമ ചോദിച്ചു. ഹാ, പോയി മോളെ. ഇങ്ങോട്ട് വരണമെന്ന് വാശി പിടിച്ചിരുന്നു. സ്കൂള് വിട്ട് വരുമ്പോഴേക്കും അമ്മ വരുമെന്നൊക്കെ പറഞ്ഞിട്ടാ കക്ഷി സ്കൂളിൽ പോയത്, മല്ലിക പറഞ്ഞു. അപ്പോൾ നീലിമ മല്ലികയെ നോക്കി ഒന്ന് മടിച്ചു നിന്ന ശേഷം ചോദിച്ചു. അല്ല, സിദ്ധാർത്ഥ എവിടെ മല്ലികാമ്മേ? പെട്ടെന്ന് സിദ്ധാർത്ഥിനെ കാണാതായപ്പോൾ അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മല്ലിക അത് കേട്ട് പുഞ്ചിരിയോടെ അവളെ നോക്കി. സിദ്ധുമോൻ വീട്ടിലുണ്ടായിരുന്നു. ഇന്നലെ തീരെ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞു. കുറച്ചുനേരം റെസ്റ്റ് എടുത്ത ശേഷം ഓഫീസിലേക്ക് പോയി, മല്ലിക പറഞ്ഞു. അത് കേട്ട് നീലിമ വെറുതെ ഓരോന്ന് ആലോചിച്ചു കിടന്നു. തന്നെ വിളിച്ചുണർത്തി ഒന്ന് പറഞ്ഞിട്ട് പോവാമായിരുന്നു സിദ്ധാർത്ഥനെന്ന് നീലിമ ചിന്തിച്ചു. താൻ എന്തിനാണിപ്പോൾ മിക്ക സമയത്തും സിദ്ധാർത്ഥിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതെന്ന കാര്യത്തിൽ അവൾക്ക് അത്ഭുതം തോന്നി. അന്ന് ഉച്ചവരെ മല്ലിക അവളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയിലേക്കുള്ള ഭക്ഷണം എടുക്കാനും മറ്റുമായി മല്ലിക വീട്ടിലേക്ക് തിരികെ പോയപ്പോൾ നീലിമ പിന്നെയും ഒറ്റയ്ക്കായി. അവൾക്ക് വല്ലാതെ ബോറടിക്കുന്നുണ്ടായിരുന്നു. എന്റെ ഈശ്വര, ഇവിടെ നിന്ന് എപ്പോഴാണ് എന്തോ ഒന്ന് വീട്ടിലേക്ക് പോവാൻ കഴിയുന്നത്? നീലിമ വേവലാതിയോട് ആലോചിച്ചു. അപ്പോൾ അവിടേക്ക് ആരോ കയറി വന്നു. അത് സൂര്യയും പ്രിയങ്കയുമായിരുന്നു. അവർ നീലിമയുടെ അരികിലേക്ക് വന്നു. അയ്യോ മാഡം, തലയിൽ വലിയ കെട്ടൊക്കെ ഉണ്ടല്ലോ. എന്തുപറ്റി മാഡം, വേദന ഉണ്ടോ ഇപ്പോ? പ്രിയങ്ക ആശങ്കയോടെ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. അല്ല, നിങ്ങളെങ്ങനെ അറിഞ്ഞു ഞാനെവിടെ ഉണ്ടെന്ന്? നീലിമ ചോദിച്ചു. അത് ഞാനിന്നലെ മാഡത്തെ വിളിച്ചിരുന്നു. അപ്പോ ഒരാൾ ഫോൺ എടുത്തു. അയാളാണ് പറഞ്ഞ് മാഡം ഹോസ്പിറ്റലിലാണെന്ന്. സൂര്യ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൻ പറയുന്നത് സിദ്ധാർത്ഥിനെ കുറിച്ചാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അവൾ സൂര്യയെ നോക്കി. നിങ്ങളിരിക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വരേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ ഓക്കെയാണ്, നീലിമ പറഞ്ഞു. അപ്പോൾ സൂര്യ അവളെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു. അവൻ ഒന്നും സംസാരിച്ചില്ല. അല്ല, കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കുന്നില്ലേ? നീലിമ സൂര്യയെ നോക്കി ചോദിച്ചു. യെസ് മാഡം, നമ്മുടെ അന്നത്തെ ഫെയർ കോസ്മെറ്റിക്സിന്റെ ആഡ് ഷൂട്ട് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യും. എല്ലാം നന്നായി നടക്കുന്നുണ്ട്, സൂര്യ പറഞ്ഞു. അപ്പോൾ നീലിമ പ്രിയങ്കയെ നോക്കി. ഞാനില്ലാത്തതിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? നീലിമ ചോദിച്ചു. അത് കേട്ട് പ്രിയങ്ക ഇല്ലെന്ന് തലയാട്ടി. എന്നാലും താൻ ഓഫീസിലില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് 2 പേർക്കുമുണ്ടെന്ന് നീലിമയ്ക്ക് തോന്നി. എന്തായാലും എല്ലാം ഇനിയും നന്നായി തന്നെ പോട്ടെ. ഞാൻ എപ്പോ വീട്ടിൽ പോകുന്ന അറിയില്ല. ഡിസ്ചാർജ് ആയാൽ ഉടനെ ഞാൻ ഓഫീസിലേക്ക് വരും. അപ്പോ ഒന്നും മുടങ്ങിക്കിടക്കുന്ന കാണരുത്, അത്രേ ഉള്ളൂ, നീലിമ പറഞ്ഞു. ഒന്നും മുടങ്ങിയിട്ടില്ല മാഡം, എല്ലാം നന്നായി പോകുന്നുണ്ട്. ഞാനും പ്രിയങ്കയും ഞങ്ങളുടെ സൈഡിൽ നിന്ന് പറ്റാവുന്ന ഒക്കെ ചെയ്യുന്നുണ്ട്, സൂര്യ പറഞ്ഞു. നീലിമ മൂളി. നീലിമയ്ക്ക് സത്യത്തിൽ ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ സൂര്യയോടും പ്രിയങ്കയോടും പെട്ടെന്നിറങ്ങി പോവാൻ പറയാൻ സാധിക്കില്ല. അവരെന്ത് കരുതുമെന്നോർത്ത് നീലിമ മിണ്ടാതിരുന്നു. മാഡം, എന്ന് ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, സൂര്യ പറഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് മല്ലിക കയറി വരുന്നത്. എന്നാ ശരി, നീലിമ സൂര്യയോട് പറഞ്ഞു. അപ്പോൾ മല്ലിക നീലിമയെ നോക്കി. നീലിമ കുഞ്ഞെ, ഞാൻ വന്നു, മല്ലിക പറഞ്ഞു. അപ്പോൾ പ്രിയങ്ക അത്ഭുതത്തോടെ നീലിമയെ നോക്കി. മല്ലിക നീലിമയെ കുഞ്ഞേന്ന് വിളിക്കുന്നത് വരെ അവളുടെ വിചാരം നീലിമയുടെ അമ്മയാണ് മല്ലിക എന്നായിരുന്നു. പക്ഷേ ആ വിളിയിൽ നിന്നും അത് നീലിമയുടെ വീട്ടിലെ ജോലിക്കാരിയാണെന്ന് പ്രിയങ്ക ഊഹിച്ചു. സാധാരണ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകൾ ആഭരണങ്ങൾ ധരിക്കാറില്ല. പക്ഷേ മല്ലികയുടെ ദേഹത്ത് ചെയിനും 1-2 വളകളുമൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടാൽ അവരൊരു വലിയ സമ്പത്തുള്ള വീട്ടിലെ ആളാണെന്ന് തോന്നും. അങ്ങനെയുള്ള ഒരാൾ നീലിമയെ കുഞ്ഞേന്ന് വിളിക്കണമെങ്കിൽ നീലിമ വലിയ പണക്കാരിയായിരിക്കുമോ എന്നും, ആണെങ്കിൽ അവരെന്തിനാണ് തങ്ങൾക്കൊപ്പം ചെറിയ ജോലി ചെയ്യുന്നതെന്നും പ്രിയങ്ക അതിശയത്തോടെ ആലോചിച്ചു. അതെ, അത് മാഡത്തിന്റെ വീട്ടിലെ ജോലിക്കാരിയാണോ? പ്രിയങ്ക സൂര്യയോട് ചോദിച്ചു. ആ, എനിക്കറിയില്ല, വാ പോവാം, സൂര്യ മുറിയിൽ നിന്നിറങ്ങി. പ്രിയങ്ക അപ്പോൾ നീലിമയെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ച ശേഷം അവന്റെ കൂടെ പോയി. പിന്നീട് കുറച്ചു ദിവസങ്ങൾ മല്ലിക തന്നെയായിരുന്നു നീലിമയ്ക്ക് കൂട്ടിരുന്നത്. സിദ്ധാർത്ഥിന്റെ സാമീപ്യം നീലിമ ആഗ്രഹിച്ചിരുന്നു. ഓഫീസിലെ തിരക്കുകൾ കാരണം സിദ്ധാർത്ഥിന് പിന്നീട് ആശുപത്രിയിൽ തുടരാൻ കഴിഞ്ഞില്ല. എങ്കിലും അവൻ ഇടയ്ക്ക് വന്ന് നീലിമയെ കാണാറുണ്ടായിരുന്നു.
വീണ്ടും കുറെ ദിവസങ്ങൾ കടന്നുപോയി. നീലിമ വീട്ടിൽ പോവണമെന്ന് ഇടയ്ക്ക് പറഞ്ഞെങ്കിലും സിദ്ധാർത്ഥും മല്ലികയും ഡോക്ടറും അത് സമ്മതിച്ചില്ല. അങ്ങനെ വീണ്ടും കുറെ ദിവസങ്ങൾ കൂടി അവൾക്ക് അവിടെ തുടരേണ്ടി വന്നു. തലയിലെ മുറിവ് ഒരുവിധം ഉണങ്ങിയ ശേഷം നീലിമയെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലെത്തിയ ശേഷം നീലിമ കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് പോയി. അപ്പോൾ അശ്വിൻ ഹാളിൽ നിന്നും ഓടി വന്നു. അമ്മ, ഞാൻ അമ്മയെ ഒത്തിരി മിസ് ചെയ്തിരുന്നു, അശ്വിൻ പറഞ്ഞു. നീലിമ അവനെ എടുത്തുയർത്തി. എന്നിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങ് വന്നല്ലോ അച്ചു, ഇനി മോന് മിസ് ചെയ്യില്ല കേട്ടോ. നീലിമ പറഞ്ഞത് കേട്ട് അശ്വിൻ അവളുടെ കവളിൽ ഉമ്മ കൊടുത്തു. പിറ്റേ ദിവസം നീലിമയ്ക്ക് ഒരുവിധം ശരിയായി. അവൾ അന്നത്തെ ദിവസം അശ്വിനെ സ്കൂളിൽ വിട്ട് ഓഫീസിലേക്ക് പോയി. സിദ്ധാർത്ഥ രാവിലെ വീട്ടിലില്ലായിരുന്നു. നീലിമ ഓഫീസിലെത്തിയപ്പോൾ അവിടെ സൂര്യയും പ്രിയങ്കയും ഉണ്ടായിരുന്നു. അന്നത്തെ ജോലികൾ ചെയ്തു തീർത്ത ശേഷം നീലിമ ഉടനെ അവിടെ നിന്നും സൂര്യയ്ക്കൊപ്പം ഇറങ്ങി. അന്നത്തെ ദിവസമായിരുന്നു സൂര്യയുടെ ഫെയർ കോസ്മെറ്റിക്സിലെ ആഡ് ഷൂട്ടിംഗ്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം നടത്തിയ ശേഷമാണ് നീലിമ ഇറങ്ങിയത്. അവർ രണ്ടുപേരും ഫെയർ കോസ്മെറ്റിക്സിൽ എത്തുമ്പോൾ സമയം ഏതാണ്ട് ഉച്ച കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. സൂര്യ മേക്കപ്പ് റൂമിലേക്കും നീലിമ റൂമിന് മുന്നിലായി അരികിലുള്ള സോഫയിലും പോയിരുന്നു. നീലിമ ഒരു മാഗസിൻ എടുത്ത് വായിച്ചുകൊണ്ടിരുന്നു. സൂര്യയുടെ മേക്കപ്പ് തീരാൻ അധികം സമയമെടുത്തില്ല. അവൻ അല്ലെങ്കിൽ തന്നെ സുന്ദരനാണ്. അപ്പോൾ കൂടുതൽ മേക്കപ്പ് ഇട്ടാൽ ബോറായിരിക്കുമെന്ന് വിനീത തന്നെയാണ് തീരുമാനിച്ചത്. സൂര്യ ആഡ് പ്ലാൻ ചെയ്ത സ്ഥലത്ത് പോയി ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കി. ആഡ് ഷൂട്ടിംഗ് തുടങ്ങി. വിനീതയും നീലിമയുമെല്ലാം ആശ്ചര്യത്തോടെ നോക്കി. വിനീതയ്ക്ക് നീലിമയേക്കാൾ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വിനീത അവളുടെ ജോലി പോലും പ്രശ്നത്തിലാക്കിക്കൊണ്ടാണ് സൂര്യയ്ക്ക് ഈ അവസരം ഒപ്പിച്ചു കൊടുത്തത്. അവൻ ഈ ആഡ് ശരിയാക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിനീത വീട്ടിൽ ചെന്നിരിക്കേണ്ടി വരുമെന്ന് അവർക്കുറപ്പായിരുന്നു. ആ ആശങ്ക വിനീതയുടെ മുഖത്തുണ്ട്. പക്ഷേ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. സൂര്യ വളരെ ഭംഗിയായി ഈ തവണ ആ ഭാഗം അഭിനയിച്ചു തീർത്തു. സദസ്സിൽ അഭിനയം കണ്ടുനിന്നെല്ലാവരും അവനെ പ്രോത്സാഹിപ്പിക്കാൻ എന്ന പോലെ കൈയടിക്കാൻ തുടങ്ങി. സൂര്യ അഭിമാനത്തോടെ നീലിമയെ നോക്കി. സൂര്യ, നീ നന്നായി ചെയ്തു, അടിപൊളിയായിട്ടുണ്ട്, നീലിമ പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, മാഡത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന്, സൂര്യ പറഞ്ഞു. നീലിമ, ഇത്രയും കഴിവുണ്ടായിട്ടും നീലിമ വരേണ്ടി വന്നുല്ലേ ഇവന് ഒരു ആഡ് ഷൂട്ടിലേക്കൊക്കെ എത്താൻ, വിനീത ചോദിച്ചു. അതെ മാഡം, അവന്റെ വളർച്ച പലരും തടഞ്ഞു വെച്ചിരുന്നതാ. അവനെ എങ്ങനെ അഭിനയിക്കാൻ വിട്ടാൽ അവരൊക്കെ തോറ്റുപോകുമെന്ന് തോന്നിയതുകൊണ്ടാവണം, നീലിമ പറഞ്ഞു. അത് ശരിയാണെന്ന് വിനീതയ്ക്കും തോന്നി. സൂര്യയുടെ മുൻപത്തെ ഗൈഡ് പിന്നെ അവിടെ എന്തു ചെയ്യായിരുന്നു? ഇയാൾ ഉയർത്തിക്കൊണ്ട് വരുന്നതല്ലേ അവന്റെ പണി, വിനീത പറഞ്ഞു. അവർ ഉദ്ദേശിക്കുന്നത് സാമലക്സിന്റെ കാര്യമാണെന്ന് അവിടെയുള്ള പലർക്കും മനസ്സിലായി. അപ്പോൾ നീലിമ വിനീതയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അയാൾ ഇവനെ വല്ലാതെ ദ്രോഹിക്കുമായിരുന്നു മാഡം. ഇവന് ഒരു തരത്തിലും സ്വസ്ഥമായി ഇരിക്കാൻ പോലും അയാൾ സമ്മതിക്കാറില്ല, നീലിമ പറഞ്ഞു. ശരിക്കും അവനൊക്കെ എതിരെ പോലീസ് കേസ് കൊടുക്കാണ് വേണ്ടത്. കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ഒന്നും അല്ലാതാക്കാൻ നോക്കിയതിന്, നീലിമയുടെ വാക്കുകൾ കേട്ട് വിനീത രോഷത്തോടെ പറഞ്ഞു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.